നിച്ചുവും ഭൂതവും നല്ല സുഹൃത്തുക്കളാണ്. നിച്ചുവിന്റെ അച്ഛന് വഴിയിൽ നിന്നും കിട്ടിയ ഒരു കുപ്പി തുറന്നപ്പോൾ കിട്ടിയതാണ് ഈ ഭൂതത്തെ. നിച്ചുവിന്റെ അച്ഛൻ നിച്ചുവിനെ അടിമപ്പെടുത്തിയതാണ് ഈ ഭൂതത്തെ. ഭൂതമെങ്കിൽ എനിക്ക് ചിത്രശലഭത്തെ കാണാൻ കൊതിയാകുന്നു. അതിനെന്താ നിച്ചു? ദാ അങ്ങോട്ട് നോക്കൂ. നിന്റെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു തരും. നീയല്ലേ എന്റെ യജമാനൻ. ഹായ്, നല്ല ഭംഗിയുള്ള ചിത്രശലഭം. താങ്ക് യു ഭൂതമെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഭൂതമെങ്കിൽ? ചോദിക്കൂ നിച്ചു. ഭൂതമെങ്കിലിന് എവിടെന്നാ ഈ മായാജാലം കാണിക്കാനുള്ള കഴിവ് കിട്ടിയത്? ഇത് മായാജാലം അല്ല. മായാജാലം എന്നാൽ കൺകെട്ട് എന്നാണ്. ഇത് കൺകെട്ടല്ല. ഇത് ഒരു അത്ഭുത സിദ്ധിയാണ്. സോറി ഭൂതമെങ്കിൽ. നോ പ്രോബ്ലം നിച്ചു. ഇത് എന്റെ മൂത്തച്ഛനിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയതാണ്. ഞങ്ങൾ സ്വതന്ത്രരായിരുന്നു. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റി. ചെയ്യരുതെന്ന് മുത്തച്ഛനും അച്ഛനും പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു പോയി. അതിനുശേഷമാണ് ഞാൻ അടിമയായത്. ആദ്യമൊക്കെ എന്ത് സുഖമായിരുന്നെന്നോ. എവിടെയും എപ്പോഴും പോകാമായിരുന്നു. ഇപ്പോൾ യജമാനൻ പറയുന്നത് അനുസരിക്കാൻ മാത്രമേ സാധിക്കൂ. ഭൂതമെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത്? അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കെന്നെ സഹായിക്കാനും കഴിയില്ല. അത്ര വലിയ തെറ്റാണോ ഭൂതമെങ്കിൽ ചെയ്തത്? എന്തായാലും എന്നോട് പറ. സഹായിക്കാൻ എനിക്ക് പറ്റിയെങ്കിലോ? ഇന്നിനി പറയാൻ പറ്റില്ല. നേരം കുറേയായില്ലേ. നാളെ പറയാം. പറയുമോ? പറയാം. ആരോടും പറയരുത്. എനിക്ക് ഉറപ്പ് തരണം. സത്യം, ഞാൻ ആരോടും പറയില്ല ഭൂതമെങ്കിലേ.